ഉം. പിന്നെ ഇതിൽ ദീനിലെ അങ്ങനെയല്ലല്ലോ. ഈ വിഷയത്തേക്ക് വരിക, ദീനിലെ ദീനിക്ക് വരി. ഈ ദീനും ദുനിയാവും. ബലാത്കാരം ഇല്ലാന്ന ദീനിൽ ഒരാളെ ബലാത്കാരം ഉണ്ട്. ബലാത്കരിച്ചാണ്ട് എന്തായി ഒരു പഴം എന്ത് ഭക്ഷണം തൊള്ളക്ക് കുത്തി കയറ്റിയോ എന്നാലും നോമ്പ് മുറിയില്ലാന്ന ആ നോമ്പ് മുറിയില്ല. എന്തിനാ ഇത് തൊള്ളയിൽ കുത്തി കയറ്റാൻ നിക്കണേ? അല്ല അങ്ങനെ ഒരാൾ ചെയ്തു നിൽക്കുക ആ നോമ്പ് മുറിയില്ലാന്ന ബലാത്കാരം എന്ന് പറഞ്ഞാൽ എന്താ? ബലമായി പൊടിച്ചിട്ട് ചെയ്യിപ്പിക്കുക. അത് കായികമായിട്ടുള്ളത് മാത്രല്ല ശരിക്കും ബലാത്കാരം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങള് നിർബന്ധിച്ച ഒരാളെ പ്രഷറൈസ് ചെയ്ത് ചെയ്യുന്ന എല്ലാത്തിനെയും ബലാത്കാരമായിട്ട് നമ്മൾ കണക്കാക്കുക. അതായത് സങ്കടം പോലും ഞങ്ങൾ 5-6 ലക്ഷം റുപ്യ വാങ്ങിട്ടില്ല എന്നെ വെച്ചാണ്ട്. നിങ്ങൾക്ക് എന്തിന്റെ കാറ്റാ മനുഷ്യ? നിങ്ങൾ യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാരോട് ചോദിക്കും, ഞാൻ നിങ്ങളെ വെറുതെ ഒന്ന് നോളാക്കിയതല്ലേ. നിങ്ങൾക്ക് എന്താ പൈസക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടോ? ജോലിയൊന്നും ഇല്ലാത്തോണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ തരാം. അത് നിങ്ങളെ വീഡിയോ വെച്ച് പൈസ ഉണ്ടാക്കണ പൈസയൊന്നുമല്ല. അതിന് മാത്രമുള്ള ഒന്നും കിട്ടൂല. ഇതൊക്കെ ആൾക്കാർ ഈ പറയുന്നതാണേ, ഇതെന്തോ ഭയങ്കര സംഭവം എന്നുള്ളത്. ദീനിക്ക് വരിക. അപ്പൊ ഇത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്യട്ടോ. അത് പേഴ്സണലായി നിങ്ങള് പൈസന്റെ കാര്യമൊക്കെ പറഞ്ഞോണ്ട്. നിങ്ങൾ ദീനിലേക്ക് വന്നോളി. ദീനിൽ ബലാത്കാരം ഇല്ല എന്ന് ഞാൻ പറഞ്ഞതിലാണ് നിങ്ങൾക്ക് എതിർപ്പ്. ബലാത്കാരം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതിലാണ് നിങ്ങൾ എതിർപ്പ്. ഈ ബലാത്കാരമായിട്ട് ചെയ്യിപ്പിച്ചാൽ നോമ്പ് മുറിയില്ല. നോമ്പ് മുറിയണത് ബലാത്കാരമായിട്ട് ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യിപ്പിച്ചാൽ ഇസ്ലാമിന് ഔട്ടാവൂല, മുർത്തദ്ദാവൂല. അതൊക്കെ ശരിയാണ്. അത് മതത്തിനെതിരായ കാര്യങ്ങള്. പിന്നെ ഇന്നാള് കഴിഞ്ഞവർ സംസാരിച്ചു ബലാത്കാരമായി ചെയ്തു കഴിഞ്ഞാല് പിന്നെ ഖുർആനിൽ ചിലതൊരു സാഹിത്യത്തിന്റെ ഭാഷ ഉണ്ടാവും. ഇപ്പൊ ഇങ്ങനെ ഉണ്ടാവും. ഇപ്പൊ ചില കാക്കാരെ പറ്റി നിങ്ങളോട് വേറൊരു കാര്യം ചോദിക്കാം. ഒരാള് ജീവിതം കൈവിട്ടു പോകാൻ ഷഹാദത്ത് കലിമ ചൊല്ലിയില്ലെങ്കിൽ മരണപ്പെട്ടേക്കാം എന്ന പേടി കൊണ്ട് കലിമ ചൊല്ലിയാല് അത് കലിമയായിട്ട് പരിഗണിക്കോ വേണ്ടേ? ഷഹാദത്ത് കലിമ ചൊല്ലിയാല് അങ്ങനെ ഒരാള് കഴുത്തിൽ കത്തി വെച്ചിട്ട് അല്ലെങ്കിൽ കൊല്ലപ്പെടുമെന്ന ഭയത്തെ മുൻനിർത്തിയിട്ട് ഒരാള് കലിമ ചൊല്ലാണ്. അപ്പൊ ആ കലിമ സ്വീകരിക്കപ്പെടുവോ, അയാൾ മുസ്ലിമായി പരിഗണിക്കപ്പെടുവോ എന്നാണ്. ജീവഭയം കൊണ്ട് കലിമ ചൊല്ലിയാൽ അയാൾ മുസ്ലിമായിട്ട് പരിഗണിക്കപ്പെടുമോ എന്നാണ് ചോദ്യം. മതത്തിന്റെ ഹുക്കുമാണ് ചോദിക്കുന്നത്. മുഹമ്മദ് നബിയുടെ കാലം മുതലുള്ളത്. പുറമെ അഥവാ ലോഹിർ നമ്മളിവിടെ വിധിക്കും മുസ്ലിമാണെന്ന്, അത് നമ്മളെ ഉള്ളിൽ നമുക്കറിയില്ല. അപ്പൊ അത് ബലാത്കാരമാണോ അല്ലേ? അത് അയാൾക്ക് ഉള്ളിൽ വിശ്വാസം ഉണ്ടോ നോക്കണം. നോക്കണ്ട. ഞാൻ ചോദിക്കുന്നത് അയാൾ മുസ്ലിമായിട്ട് പരിഗണിക്കപ്പെടുമോ? അയാൾ പുറമെ ചെല്ലിക്കണേ സംഗതി അത് മരിക്കും. ഇപ്പം അബൂ സുഫിയാന്റെ അവസ്ഥയിൽ കലിമ ചൊല്ലിയെന്ന ആളെ കുറിച്ചാണ് ചോദിച്ചത്. അതൊക്കെ വേറെ ഒന്ന് കീഴ്പ്പെട്ട് വന്നതാ. അല്ലാതെ പോട്ടെ, ഞാൻ ചോദിക്കുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇപ്പൊ ഒരാള് കലിമ ചൊല്ലിന്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരാളെ ബലപ്രയോഗത്തിലൂടെ ഒരു വിഗ്രഹത്തിന് മുമ്പിൽ സുജൂദ് ചെയ്യിപ്പിച്ചാൽ അയാളുടെ ഈമാൻ പോവില്ല. അയാൾ അപ്പോഴും വിശ്വാസിയായിട്ട് തന്നെ ഇരിക്കും. അതേ സമയത്ത് വിഗ്രഹാരാധകനായിട്ടുള്ള ഒരാള് കലിമ ചൊല്ലിയിട്ടില്ലെങ്കിൽ എന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകും എന്ന പേടി കൊണ്ട് ഉച്ചത്തിൽ ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ അയാൾ മുസ്ലിമായിട്ട് പരിഗണിക്കുകയില്ല. അയാളെ കൽബിൽ വിശ്വാസം ഉണ്ടോ അല്ലേ? അത് നമുക്കറിയില്ലല്ലോ. അത് ബാത്തിനായിട്ടുള്ള കാര്യല്ലേ. അതെ. എന്നാലും അയാളെ പുറമെ അയാളെ കുളിപ്പിക്കണം, നിസ്കരിക്കണം, മുസ്ലിമായിട്ട് പരിഗണിച്ചിട്ട് അയാളെ കുളിപ്പിക്കണം. ഇത് ബലാത്കാരമാണോ? ബലാത്കാരത്തിലൂടെ ഇസ്ലാമിക വിരുദ്ധമായ കാര്യം ചെയ്താൽ ഇസ്ലാമിന്ന് പുറത്തു പോകില്ല. ശരി. ബലാത്കാരത്തിലൂടെ ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ അത് കലിമയായിട്ട് സ്വീകരിക്കുകയും ചെയ്യും. ഞാൻ അതാണ് പറഞ്ഞത്. ഇത് സിമ്പിളാണ്. ഇസ്ലാമിൽ ബലാത്കാരമുണ്ട്. ബലാത്കാരത്തോടുകൂടി ജീവഭയത്തിന്റെ പേരിൽ അതാ പറഞ്ഞ ജീവഭയത്തിന്റെ പേരിൽ കലിമ ചൊല്ലിയാൽ ആ കലിമ സ്വീകരിക്കും. അയാളെ മുസ്ലിമായിട്ട് പരിഗണിക്കണം എന്നാണ്. സഹാബിമാര് ചോദിക്കുന്നില്ലേ, അയാള് യുദ്ധക്കളത്തില് വെട്ടുകൊള്ളും എന്ന നേരത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കലിമ ചൊല്ലിയ ഒരാളെ കുറിച്ച്, അയാളെ പിന്നെയും കൊലപ്പെടുത്തിയതിനെ കുറിച്ച്, ആക്രമിച്ചതിനെ കുറിച്ച് മുഹമ്മദ് നബിന്റെ അടുത്തൊരു പരാതി വരുന്നുണ്ട്. ഇല്ലേ? ഹദീസിലില്ലേ? ഗൗരവത്തിൽ ചോദിച്ചു. അയാളുടെ ഉള്ളിലുള്ളത് നിങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പൊ ഇയാൾ പറഞ്ഞു അയാൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പിന്നെ കലിമ ചൊല്ലിയത് എന്ന്.
മറ്റേ ആ ഹദീസ് പറഞ്ഞാണ്ട് പറയുന്നുണ്ട്, ഇങ്ങനെ പറയുന്നുണ്ട് നബി, അയാളെ അയാളുടെ ഉള്ളിൽ അകത്തുള്ളത് നിങ്ങൾക്ക് അറിയില്ലല്ലോന്ന്. അയാൾ കലിമ ചൊല്ലിയാൽ അയാളെ വിടണം എന്നാണ് അതിന്റെ ഉദ്ദേശം. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ആ ഭാഗത്തായിട്ട്, ഇന്നീലം ഔ അമ്രുവൻ അൻകുബാനിൽ കുലൂബിനാസി വലാ തുഹബ് ബുതൂനഹും. കൽബിലുള്ളത് എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാന്നാ ചോദിച്ചേ. അവരുടെ കൽബി ചീന്തിയൊക്കെ എന്നോട് കൽപ്പിച്ചിട്ടില്ല, പുറമെ. കാരണം കൽബി കലിമ നമുക്ക് ചൊല്ലി അറിയാൻ അവനെ പറ്റില്ല. വിടണം, അത്രേ ഉള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞത്, ബലാത്കാരം ഇസ്ലാമിലുണ്ട്. ഇങ്ങനെ എമ്പാടും തെളിവുകൾ നമുക്ക് കിട്ടും. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഒരാള് ഇപ്പോ ഇസ്ലാം അനുവദിക്കാത്ത ഒരു കാര്യം ഒരു വിശ്വാസിയായിട്ടുള്ള ആൾ ചെയ്യണം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളെ ഒരു മുജാഹിദ് മൗലവി ഫൈസൽ മൗലവി വയൽ പറഞ്ഞതാണ്, ഒരു മതപരമായ ചടങ്ങില്, ഒരു കല്യാണ പരിപാടിയില് ഉച്ചത്തിൽ പാട്ട് വെക്കുന്നു. ആ പാട്ട് വെക്കുന്നതിനെതിരെ അവിടെ അതിനെ ശകാരിക്കാനോ അതിനെ ചീത്ത പറയാനോ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയാനോ നിർത്തടാ പാട്ട് എന്ന് പറയാനോ ഒരു വിശ്വാസിക്ക് അവകാശം ഉണ്ടോ ഇല്ലേ? ഇത് ഏതാണ് പാട്ട്? ഏതെങ്കിലും പാട്ട് അല്ല, പാട്ടിനനുസരിച്ച് മാറും. പാട്ട് പാട്ട് മജ്‌ലിസുന്നൂറ് അക്കാര് പാട്ടാക്കി കൂട്ടുക. ഡാഡി മമ്മി വീട്ടിലില്ല, തടപോട യാരുമില്ല, വിളയാട പോമ ആ പാട്ടായിരുന്നു. മനസ്സിലായി. അപ്പൊ ഡാഡിമില്ലാടെ അത് പറ്റൂലാന്ന്. അത് നിർത്താൻ പറയാന് അവിടെ കൂടിയിരിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും അവകാശമല്ലേ? അത് തിന്മ വിരോധിക്കൽ ഈമാന്റെ ഭാഗമാണോ അല്ലേ? തീർച്ചയായിട്ടും ആണ്. ആണ്. ഞാൻ പറഞ്ഞത് ബലാത്കാരം ഇല്ല എന്ന് പറയുന്നത് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എങ്ങനെ നോക്കിയാൽ ഇസ്ലാം തന്നെ, അതായത് ഇസ്ലാം തന്നെയും ഒരു ബലാത്കാരാണ്. എന്ത് അടിസ്ഥാനത്തിലാ പറഞ്ഞത്? അതൊരു ബലപ്രയോഗമാണ്. നിങ്ങൾ ഷഹാദത്ത് കലിമ എന്ന് പറഞ്ഞാണി, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് മുമ്പേ അർത്ഥം ചെയ്തില്ലേ? അതില് ഈ അഷ്ഹദു അന്നാന്ന് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഭാഗല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാതെ വേറെ ഇലാഹില്ല. അതൊരു ബലപ്രയോഗമാണ്. യഥാർത്ഥമായ സത്യാണ് പറഞ്ഞു. ഏത് സത്യം? നിങ്ങൾക്ക് എങ്ങനെ അറിയാം അല്ല അല്ലാതെ വേറെ ദൈവം ഉണ്ടല്ലേന്ന്? ഞങ്ങൾ തെളിയിക്ക്. അല്ല ഉണ്ടെന്ന് ആദ്യം തെളിയിക്കണ്ടേ? കർമ്മമുണ്ടോ കർത്താവുണ്ട്. ആയിക്കോട്ടെ, കർത്താവ് യാഹുവയാണോ, പിന്നെ അതല്ലെങ്കിൽ ബ്രഹ്മാവാണോ, അല്ലെങ്കിൽ അള്ളാഹു ആണോ? ബ്രഹ്മാവ് അല്ല, ആരാണെന്ന് നമുക്ക് എങ്ങനെ അറിയും? അല്ല, ബ്രഹ്മാവ് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ബ്രഹ്മാവ് എന്ന് പറഞ്ഞിട്ട് ഈസാ നബിനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ല, യാഹുവ എന്ന് പറഞ്ഞത് ഈസാ നബിന്റെ വാപ്പ. നിങ്ങൾ സമ്മതിക്കൂലല്ലോ, സമ്മതിക്കൂലല്ലോ. നിങ്ങൾ ചെയ്യാ അതെന്താ സമ്മതിക്കാത്ത പറഞ്ഞ പോലെ? അല്ല, ഈസാ നബിന്റെ വാപ്പ അള്ളാഹു ആണെന്ന് എന്താ നിങ്ങൾ സമ്മതിക്കാത്ത? അത് എന്ത് അടിസ്ഥാനത്തിലാ സമ്മതിക്കണം നിങ്ങൾ പറഞ്ഞത്? പിന്നെ നമ്മൾ വിഷയത്തിന് മാറിപ്പോലല്ലോ, അത് പറഞ്ഞിട്ട് പിന്നെ വരാലോ. എന്ത് അടിസ്ഥാനത്തിലാ സമ്മതിക്കണം നിങ്ങൾ പറയാൻ കാരണം? ഈസാ നബിന്റെ വാപ്പ എന്തുകൊണ്ട്? ഈസാ നബിക്ക് വാപ്പല്ല. എന്നൊക്കെ പറയാൻ പറ്റുമോ? ഈസാ നബിന്റെ അള്ളാന്റെ കുദ്റത്ത് എന്ന് വെളിപ്പെടുത്തിയാണ് ഇങ്ങനെ എനിക്ക് വാപ്പല്ലാത്ത ആൾക്കാരെ കുറിച്ച് ഖുർആൻ തന്നെ മോശമായിട്ടാണ് കാണുന്നത്. അതെ, എവിടുന്ന് കിട്ടി? ഏതായത്തുനിന്ന് കിട്ടി? അങ്ങനെയൊക്കെ ഖുർആനിലുണ്ട്. അങ്ങനൊന്നും ഖുർആനിലില്ല. വാപ്പല്ലാത്തവർക്ക് അങ്ങനെ ആദം നബി ആവൂലേ? അങ്ങനെ ആദം നബിയൊക്കെ വാപ്പ അള്ളാഹ് തന്നെയാണ്. ആദം നബിന്റെ വാപ്പാനെ പിന്നെ നമുക്ക് വേറെ രീതിയിൽ കാണാം. പക്ഷെ പിന്നെ മനുഷ്യ സ്ത്രീയില് ഈസാ നബി ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ പിതൃത്വം നിഷേധിക്കുന്നത് ശരിയല്ല. സൂറത്തുൽ കലമിലെ ഒരു വാക്കില്ലേ, സനീം എന്ന് പറഞ്ഞിട്ട്. അള്ളാഹിനെ പറ്റിട്ട് എന്താ റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോ എന്താ പറഞ്ഞറിയോ? അള്ളാഹു ഒരുവനാണ്, അള്ളാഹു നിരാശ്രയനാണ്. ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അള്ളാഹു നിരാശ്രയനൊന്നല്ല. എന്തുകൊണ്ട്? അള്ളാഹു നിരാശ്രയനല്ല. എന്തുകൊണ്ട്? അത് എന്തുകൊണ്ടാ അങ്ങനെ? നിങ്ങൾ നേരത്തെ ചോദിച്ച കാര്യം ഉണ്ടല്ലോ, ഈ അള്ളാഹു ഈ തന്തല്ലാത്തവരെ കുറിച്ച് എന്താ പറയണെന്നുള്ളത്. റുത്തുല്ലുൻ ബഅദ ദാലിക സനീം എന്നൊരു വാക്കില്ലേ സൂറത്തുൽ ഖലമില്? എന്താ അർത്ഥം? അവൻ തന്നെയാണ് തന്തല്ലാത്തവൻ, ബാസ്റ്റഡിന്. അള്ളാഹ് പറയാനേ ഒരാളെ കുറിച്ച്.
ഇത് ആരോട് ഹിതാബ് ഇട്ടതാ? അതോ ഒരു ചങ്ങാതി മുഹമ്മദ് നബിനെ കളിയാക്കിയപ്പോ. ഇത് വേറെ കാര്യം. നിങ്ങൾ നേരെ ഈസാ നബിയിൽ നിന്ന് ആ നേരെ ഈസാ നബിതം നബി പിന്നെ അത് വേറെ. അപ്പോ അത് ഇന്ന എങ്ങനെയാണ് ആൾക്കാരിനാക്കൽ കൗസർ അപ്പൊ ഈസാ ഫസലിൽ നബിന്റെ വാപ്പ ആരാണ് നിങ്ങൾ പറയും? വാപ്പല്ല, അങ്ങനത്തെ പറഞ്ഞില്ല. അപ്പൊ എങ്ങനെയാണ് പിന്നെ മറിയം ഗർഭിണിയായത്? അത് ജിബ്രീൽ അലൈഹിസ്സലാം ഊതിയിട്ട്. അപ്പൊ ജിബ്രീലാണോ വാപ്പ? അതങ്ങനെ വെച്ചെടുക്കണ്ട. വാപ്പല്ലാന്നാണ് വെച്ചെടുക്കല്. അങ്ങനെ അള്ളാഹ്ക്ക് സൃഷ്ടിക്കാൻ കഴിയുന്ന അള്ളന്ന് തെളിയിച്ചെന്താ? അള്ളാഹുവിന് ഈ കാറ കാറ അള്ളാഹു ആദം നബിനെ സൃഷ്ടിച്ചതും ജിബ്രീലിന്റെ സഹായത്തോടെയാണ്. ഈസാ നബീനെ സൃഷ്ടിച്ചതും ഈസാ നബീനെ പിന്നെ ഉൽപ്പാദിപ്പിച്ചതും ഇങ്ങനെ തന്നെയാണ്. മൂപ്പർക്ക് അതിന്റെ ഡ്യൂട്ടിയാണ്. അമ്പിയാക്കൾക്ക് വഹി അറിയിച്ചെടുക്കുക എന്തോ ഡ്യൂട്ടിയാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനുള്ള. അപ്പൊ പരാശ്രയനാണ്. അത് പോട്ടെ, ഞാൻ ചോദിക്കുന്നത് അപ്പൊ അള്ളാഹ് നമുക്ക് ഇനി നേരിട്ടൊന്നും അറിയേണ്ടത് അത് നടത്തുന്നില്ലല്ലോ. ജിബ്രീൽ ഊതിയതിനു ശേഷമാണ് മറിയം ബീവി ഗർഭിണിയായത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ആകെ സംശയം ആകുന്നുള്ളൂ. ഒന്നെങ്കിൽ ജിബ്രീലാണ്, അല്ലെങ്കിൽ അള്ളാഹു ആണ് വാപ്പ. അതിന് സംശയമൊന്നുമില്ലല്ലോ. ഒരു പിതാവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ത്രീയുടെ ഗർഭത്തിന് ഉത്തരവാദിയായത് ആരോ അവനാണ് പിതാവ്, അല്ലേ? കാരണം എന്താ വെച്ചാല് ഈ മറിയം ബീവിനോട് എന്താ പറയാ, മറിയം ബീവി ഗർഭിണിയാവുന്നതിന്റെ കാരണക്കാരൻ അയാളാണ് ഈസാ നബിന്റെ പിതാവ്. അങ്ങനെയല്ലേ? അത് ഇങ്ങനെയൊക്കെ സംഭവം ഊതി കൊടുത്തതാണ്. ഇങ്ങനെ ഇത് അതിലൂടെ ഉണ്ടായതാണ്, അതിലൂടെ ഗർഭം ചുമന്നതാണ്. അപ്പൊ നിങ്ങൾ പറയാ, അപ്പൊ ആരാണ് അള്ളാഹു? ചോദിച്ചു മനസ്സിലായില്ല. അതായത് ഒരു സ്ത്രീ ഗർഭിണിയായത് ആര് കാരണമാണോ, അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ, ആ ഗർഭത്തിന് ഉത്തരവാദി ആരാണോ, അല്ലെങ്കിൽ അതിന് ഗർഭത്തിന് കാരണമാകുന്ന വസ്തുവിന്റെ ഉടമസ്ഥൻ ആരാണോ അയാളല്ലേ പിതാവ്. അത് റൂഹായിക്കോട്ടെ അല്ലെങ്കിൽ എന്തായിക്കോട്ടെ. റൂഹായാലും പിന്നെ എന്താ നിങ്ങള് പറഞ്ഞ മാതിരി തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളി ആയിക്കോട്ടെ, അതിന്റെ ഉടമസ്ഥൻ ആരോ അയാളല്ലേ പിതാവ്. അപ്പൊ അങ്ങനെ അള്ളാണോ ജിബ്രീലാണോന്നാണ് ഞാൻ ചോദിക്കണേ. അതിവിടെ പിതാവില്ല, പ്രത്യക്ഷത്തിൽ പിതാവില്ല, ലാഹിറിൽ പിതാവില്ല. ലാഹിറും ബാത്തിനും പിടിയും ഒരു കുട്ടി വാപ്പല്ലാതെ കുട്ടി ഉണ്ടാവില്ലല്ലോ. അത് പൊതുവെ അങ്ങനെയാണ്. കാരണങ്ങളിലൂടെയാണ് അള്ളാഹുത്താല ഓരോന്നും ഇവിടെ നടത്തുന്നത്. അതന്നെയാണ്, അത്രന്നുള്ളൂ. ഇപ്പൊ നമ്മളൊക്കെ പിതാവ് പറഞ്ഞാലേ ഒരു കാരണമുള്ളേ, അല്ലേ? പിതാവിനെ നമ്മളുടെയൊക്കെ പിതാവ് നിങ്ങൾ ഈ പറഞ്ഞ ഈ കാരണം തന്നെ ഉള്ളൂ. അള്ളാഹ്ക്ക് കഴിയാത്തോണ്ടെന്നല്ലല്ലോ ഇപ്പൊ അത്. നമ്മൾക്ക് അങ്ങനെ സൃഷ്ടിക്കാനോ? നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ. ഇപ്പൊ ഇതിനൊരു കാരണം എന്നുള്ളതിലുള്ളൂ. അല്ല, നിങ്ങള് ഈ അള്ളാഹു സമദ് എന്ന് പറഞ്ഞില്ലേ? അള്ളാഹു സമദ് എന്ന് പറഞ്ഞില്ലേ? അള്ളാഹു നിരാശ്രയനല്ലാന്ന്. അള്ളാഹു നിരാശ്രയനാണ്. അല്ല, അള്ളാഹു നിരാശ്രയനല്ല, അള്ളാഹു പരാശ്രയനാണ്. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ഈസാ നബിയിലേക്ക് നമുക്ക് വരാം. എന്തുകൊണ്ട്? അള്ളാഹു ഇപ്പൊ മറിയം ബീവിനെ ഗർഭിണിയാക്കാൻ അള്ളാഹു തീരുമാനിക്കുന്നു. അള്ളാഹു എന്താ ഇത് അള്ളാഹു കുൻ എന്ന് പറഞ്ഞാ അവിടെ മറിയം ബീവി ഗർഭിണിയാവൂലേ? തീർച്ചയായിട്ടും. അതിന് ജിബ്രീൽ വന്നിട്ട് ഈ വിക്രസൊക്കെ ഒപ്പിക്കണോ? അതൊരു മാധ്യമം അങ്ങനെ ആക്കിയെന്നുള്ളൂ. എന്തിന്? അയ്യോ, അങ്ങനൊക്കെ ചിന്തിച്ചാ അങ്ങനെ. ഇപ്പൊ ജിബ്രീൽ ഒരു മനുഷ്യരൂപം പൂണ്ട് വന്നിട്ട് മറിയം ബീവിനെ കല്യാണം കഴിച്ചിട്ടാണെങ്കിൽ ഓക്കെ, അന്തസ്. അതല്ലാത്ത കാലത്തോളം മറിയം ബീവിയുടെ അടുത്ത് മറിഞ്ഞു വന്ന് ഊതി പോണ്ട വല്ല കാര്യമുണ്ടോ? അതോ അള്ളാഹ്ക്ക് അവിടുന്ന് ഇങ്ങോട്ട് ഊതിയാല് അതിവിടെ എത്തൂലേ? ഇപ്പൊ നിങ്ങള് ഇത് പറഞ്ഞ മാതിരിയാണ്. സലീകുമാറില്ലേ, മദ്യത്തിന്റെ എന്തിനാ മദ്യത്തിന്റെ പോയാന്ന് ചോദിച്ച മാതിരി. അപ്പൊ ഇങ്ങനെ പറയും. എങ്ങനെ?
മദ്യത്തിന്റെ കുപ്പി കൊടുത്താ പോരെ ഇച്ചാണ്ടില്ല ഈ പാലിന്റെ കുപ്പി കൊടുത്താ പോരെ ഇച്ചാണ്ട് അങ്ങനെയൊന്നും സജീവകുമാർ അതുപോലെ അല്ലല്ലോ ഇത്. നിങ്ങൾ അതേപോലെ കേട്ടില്ലേ അള്ളാഹുവിന്റെ അതേമാതിരി റൂഹ് മറിയം ബീവിയുടെ നാഭിയിലെത്താൻ അള്ളാഹു ആശ്രയിച്ചത് ജിബ്രീലിനെയാണ്. എന്താ പരാശ്രയം എന്ന് പറഞ്ഞാ? മറ്റൊരാളെ ആശ്രയിക്കുന്ന ആള് അല്ലേ? അപ്പൊ അള്ളാഹു ആശ്രയിച്ചു, അങ്ങനെ തന്നെയാണല്ലോ. ഇവിടെ നേരിട്ട് മഴ അത്രേ പെയ്യിപ്പിക്കുന്നത് ഉള്ളൂ. അല്ലല്ലോ. അപ്പൊ അള്ളാഹിനെ കുറിച്ച് വെറുതെ തള്ളുന്നതാണ്. അള്ളാഹു ചില നേരത്തെ ഒരു ജാലിയൻ കാണാറിനാണ്. അള്ള പറയാ എല്ലാത്തിനും. ഇനി കേട്ടെ, ആദമിനെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടിമണ്ണ് വേണം. അപ്പൊ അള്ള എന്ത് ചെയ്ത്? അള്ള വിചാരിച്ചാല് ഭൂമിയിൽ നിന്നുള്ള കുറച്ച് പൊടിമണ്ണ് പാറി അള്ളാഹിന്റെ മുമ്പിൽ ചെന്ന് കിടക്കൂലേ? അതിന്റെ പിന്നിലൊരു സീക്രട്ട് ഉണ്ട്. എന്താണ്? കുറച്ച് ഞാൻ പറഞ്ഞത്. അപ്പൊ ഭൂമിയെയും ആകാശത്തിനെ എത്ര ദിവസം കൊണ്ട് സൃഷ്ടിച്ചു ഞങ്ങൾ പഠിച്ചത്? അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളക്കണക്കാണ്. അത് പോട്ടെ, കണക്കൊക്കെ തെറ്റാണ്. 6 ദിവസം കൊണ്ടൊന്നും ചിലയിടത്ത് 7 ദിവസം കൊണ്ടൊന്നും ഒക്കെ അർത്ഥം കിട്ടും. അത് അള്ളാഹ്ക്ക് ഓരോ വിഷയങ്ങൾ ചെയ്യുമ്പോൾ സാവധാനം ചെയ്യണം. അപ്പൊ നമ്മളൊരു പെര ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്നാണ് ഒരു 2-ആഴ്ച കൊണ്ട് ഉണ്ടാക്കാന്നല്ല, ഒരു 3-4 മാസമോ. അതെല്ലാത്തിന്റെ സാവകാശം നല്ലത്. അത് പഠിപ്പിച്ചത് എല്ലാം അതിന്റെ ഉള്ളിലുണ്ട്. ആയിക്കോട്ടെ, അതിന് ഞാൻ ചോദിക്കണത് പതുക്കെ ഉണ്ടാക്കിയാൽ മതി. ഞാൻ ചോദിക്കണത് പൊടിമണ്ണ്, ഭൂമിയിൽ നിന്ന് കുറച്ച് പൊടിമണ്ണ് വേണമെന്ന് അള്ളാഹ്ക്ക് തോന്നി. ആരെ പറഞ്ഞയച്ചു? ഒരുപാട് മലക്കിനെ പറഞ്ഞയച്ചിട്ടുണ്ട്. ലാസ്റ്റ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ചു. ജിബ്രീലിനെ പറഞ്ഞയച്ചു. ജിബ്രീലാണ് തൊട്ടാലേ അള്ളാഹ്ക്ക് തൃപ്തിയാവുള്ളൂ. വീട്ടില് നിറയെ പണിക്കാരുണ്ടാവും, പക്ഷെ അവസാനം നമ്മളെ കാര്യസ്ഥം വന്നിട്ട് ഒന്നാട് തൊട്ട് നോക്കിയാലേ അതിൽ തൃപ്തി ആവുള്ളൂ എന്ന് പറയുന്ന ഒരു മുതലാളിന്റെ അവസ്ഥയിലാണ് അള്ളാഹു ഉള്ളത്. അപ്പോ ഞാൻ നിങ്ങൾ തിരിച്ച് വിഷയത്തിലേക്ക് വരാം. അപ്പൊ അള്ളാഹു പരാശ്രയനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അള്ളാഹു നിരാശ്രയനല്ല. അതിനപ്പുറത്തേക്ക് സമർത്ഥിക്കുക പറഞ്ഞാൽ ഇപ്പൊ നമ്മൾക്ക് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയണു നിങ്ങൾക്ക് അത് ഇതിനെ തന്നെയാണ്. അപ്പൊ എനിക്ക് നിങ്ങളടുത്ത് ഞാൻ പറയട്ടെ, നടത്തി കഴിഞ്ഞാൽ ഒക്കെ ഇവിടെ ഹറാബാവും, ഒക്കെ തുമ്പില്ലാതാവും. അപ്പൊ ഇപ്പൊ മറിയമിന്റെ അടുത്തേക്ക് വരുന്ന ജിബ്രീലിന്റെ കാര്യം ആലോചിച്ച് നോക്കി. മറിയമിന്റെ അടുത്ത് ജിബ്രീൽ വന്നിട്ട് മറിയത്തിനെ ഗർഭിണിയാക്കിയത് മറിയത്തിന് മാത്രമല്ലേ അറിയുള്ളൂ. അപ്പൊ അത് തുരുമ്പിന്റെ അതാക്കിട്ട് തന്നെയല്ലേ പോയത്. ഇതിപ്പോ എന്നിട്ടും മറിയം ബീവി പിന്നെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് മാത്രമായില്ലേ? അപ്പൊ കാര്യകാരണ ബന്ധത്തിൽ മനുഷ്യർക്ക് ബോധ്യപ്പെടത്തക്ക ഇടപെടലല്ല മറിയത്തിന്റെ കാര്യത്തിൽ അള്ള നടത്തിയത്. അങ്ങനെയാണെങ്കിൽ മലക്കിന് വേണമെങ്കിൽ ഒരു മനുഷ്യരൂപം പൂണ്ട് ഭർത്താവായി സ്വീകരിച്ചിട്ട് പിന്നെ മറ്റേ ഇവന്മാര് ഗന്ധർവന്മാര് വരുന്ന പോലെ വന്നിട്ട് ഗർഭിണിയാക്കിയിട്ട് പോകായിരുന്നു. അപ്പൊ അവര് ഇത്രയും പ്രശ്നം ഏൽക്കൂല. അതല്ലാതെ ഇപ്പൊ മറിയം ബീവിന്റെ അടുത്ത് ഈ ജിബ്രീൽ വന്നു എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ ഒരു ലോജിക്ക് നിൽക്കൂല അവിടെ. ഒന്നാമത്തെ പോയിന്റ്. കുതിരത്ത് വെളിപ്പെടുത്താണ്. അങ്ങനെ കഴിയുന്നുള്ള നിങ്ങൾക്ക് മാത്രമല്ല കുട്ടി ഉണ്ടാക്കാൻ കഴിയുക, അതൊക്കെ അങ്ങനെ കഴിയുന്നുള്ള ഞങ്ങൾക്ക് അള്ള ഖുറാനിൽ എങ്ങനെയാണ് ഈസാ നബിനെ സൃഷ്ടിച്ചതെന്ന് പറയണേ ഞങ്ങൾക്ക് വായിച്ചുതരാം. മറിയത്ത് ബിനത്ത് ഇമ്രാൻ അല്ലത്തി അഹസനത്ത് ഫർജഹ. മറിയത്ത് ഇബ്നത്ത് ഇമ്രാന്റെ മകൾ മറിയം അല്ലത്തി അഹസനത്ത് ഫർജഹ എന്ന് പറഞ്ഞാല് അവൾ അവളുടെ ഗുഹ്യ ഭാഗത്തെ സൂക്ഷിച്ചു, അല്ലെ, സംരക്ഷിച്ചു. ഫനഫഖ്ന ഫീഹി എന്ന് പറഞ്ഞെന്താ? ഫനഫഖ്ന ഫീഹി മിൻ റൂഹിന. മിൻ റൂഹിന എന്നാണ്. അപ്പോൾ നമ്മുടെ ആത്മാവിൽ നിന്ന് നാം അതിൽ ഊതിന്നാണ്, അല്ലെ? അല്ല എന്തിൽ ഊതിന്ന? ഫനഫഖ്ന ഫീഹി പറഞ്ഞ ഈ ഫീഹിയുടെ ദമീർ എങ്ങോട്ടാ മടങ്ങുക? അല്ലത്തി അഹസനത്ത് ഫർജഹ. ഫർജിലേക്കല്ലേ ദമീർ മടങ്ങുക? അല്ല ഉസ്താദേ, പിന്നെ നിങ്ങൾ പറയും അല്ലത്തി അഹസനത്ത് ഫർജഹ. മറിയത്ത് ബിനത്ത് ഇമ്രാൻ അല്ലത്തി അഹസനത്ത് ഫർജഹ. ഇതില് ഫർജല്ലേ ഉള്ളൂ ദമീർ മടങ്ങാനുള്ളത്. ഫനഫഖ്ന ഫീഹി എന്ന് പറഞ്ഞാൽ ഈ ഫീഹി എങ്ങിട്ടാണ്? നിങ്ങൾ പറയ്.
ഫനഫഖ്ന ഫീഹി എന്ന് പറഞ്ഞ എന്തിലേക്കാണ്? എന്താണ് ഇവിടെ ഇവർ സംരക്ഷിച്ച് നിർത്തിയത്? ഫർജ്. അതിനാണ്. ആ ഫർജിലേക്ക് അള്ളാഹു ഫനഫഖ്ന, അപ്പോൾ നാം അതിലേക്ക് ഊതി. ഏതിലേക്ക്? അങ്ങോട്ട്. ഫർജിലേക്ക് ഊതി. ഫർജ് പറഞ്ഞാല് യോനി. അപ്പൊ എങ്ങനെയാണ്? അല്ലത്തി അഹ്സനത്ത് ഫർജഹ ഫനഫഖ്ന ഫീഹി മിൻ റൂഹിന. അപ്പൊ എങ്ങനെയാ കുട്ടി ഉണ്ടായത്? അള്ളാഹു ആണ് മറിയത്തിന്റെ ഗുഹ്യത്തിലേക്ക് ഊതിയത്. അവരുടെ ആത്മാവിൽ നിന്ന് ഊതിയെന്നാണ്. അള്ളാഹിന്റെ ആത്മാവ് കൊണ്ട് ഗർഭിണിയായാലും അള്ളാഹുവിന്റെ ഉമിനീര് കൊണ്ട് ഗർഭിണിയായാലും മറ്റെന്തിലും ഊത്തിന്റെ പിന്നിലാരാ? ഇവിടെ സാഹിത്യം വരുന്ന സ്ഥലമാണ്. എന്ത് സാഹിത്യം? ഫർജിൽ ഊതനാണോ സാഹിത്യം? റബീഉൽ ബക്കല നിങ്ങൾക്ക് അറിയോ? ഇല്ല, നിങ്ങൾ പറഞ്ഞോളേ. വസന്തകാലം മുളപ്പിച്ചു എന്നുണ്ട്. അതൊരു വസന്തകാലം മുളപ്പിച്ചു. ഇപ്പൊ പറയാണ് നല്ല ജൂൺ ജൂലൈ മാസമായാലും നമുക്ക് നല്ല മഴ കിട്ടിയാണ്. ജൂൺ ജൂലൈ മാസം നമുക്ക് നല്ല മഴ തന്നെന്ന് പറഞ്ഞു. അതൊരു വിശ്വാസിയായ മനുഷ്യൻ പറയുമ്പോ ജൂൺ ജൂലൈ മാസത്തിൽ അള്ളാഹു ജല്ല ജലാലുഹു നല്ല മഴ തന്നെന്ന് അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ഒരാള് പറയുമ്പോൾ അത് ജൂൺ ജൂലൈ മാസം മഴ തന്നെന്ന് ഓല് വെക്കും. ആയിക്കോട്ടെ, ഇതിലിപ്പോ നമുക്ക് അലങ്കാരപ്പെടുത്താൻ പറ്റുന്നത് ഈ റൂഹ് അള്ളാഹു നേരിട്ട് ഊതിയല്ല, ജിബ്രീലിന്റെ അടുത്ത് കൊടുത്തയച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയല്ലേ ഉള്ളൂ. അല്ല, അങ്ങനെയല്ലേ ഇതിലിപ്പോ പരമാവധി വെക്കാൻ പറ്റുള്ളൂ. അതിപ്പോ നമ്മൾ ടെസ്റ്റ് ട്യൂബ് ശിശുക്കളുണ്ട്. ഇപ്പൊ ഈ IVF ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ഒരു ഭാര്യയും ഭർത്താവും കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടാവില്ല. അപ്പൊ ഭർത്താവിൽ നിന്ന് ആവശ്യമുള്ള സംഭവങ്ങൾ എടുത്തിട്ട് ഭാര്യയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്നതിന് മുൻപ് തന്നെ അതിന്റെ അണ്ടവും ബീജവും സംയോജിപ്പിച്ച് ടെസ്റ്റ് ട്യൂബിലൊക്കെ ചെയ്തിട്ട് എന്തൊക്കെ സംവിധാനം ഉണ്ട് IVF, എന്നിട്ട് പിന്നീട് ഇവര് ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്ന കലാപരിപാടിയൊക്കെ ഉണ്ട്. അതിനൊക്കെ ഉണ്ട് തോന്നുന്നു. ഇതെങ്ങനെ ചെയ്താല് കുട്ടിന്റെ വാപ്പ മാറൂലേ? അത് ചെയ്ത ഡോക്ടറോ കത്രി പിടിച്ച നേഴ്സോ ഒന്നും ആവില്ലല്ലോ. ഗർഭത്തിന് ഉത്തരവാദി ആരോ അയാളാണ് പിതാവ്. നിങ്ങളോട് അല്ല നിരാശ്രയനാണെന്നുള്ളത് അല്ല ആശ്രയനാണെന്നുള്ളത് ഇതുകൊണ്ട് അപ്പൊ നിങ്ങൾ തെളിയിക്കണത്? ഇല്ല, അല്ല നിരാശ്രയനാണ്, അല്ല പരാശ്രയനാണെന്ന് ഞാൻ അതിനു മുമ്പ് തെളിയിച്ചു തന്നു. ഞാൻ പറഞ്ഞത് പിന്നെ ഈസാ നബിന്റെ വാപ്പ ആരാന്നുള്ളതാണ് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. മറിയത്തിന്റെ ഗുഹ്യത്തിൽ ഊതിയിട്ടാണ് അള്ള ഈസാ നബിയെ സൃഷ്ടിച്ചതെന്നാണ് പറയുന്നത്. അപ്പൊ അള്ളയാണ് പിതാവ്. നമ്മൾ എന്താ പറയാ, ഏറ്റവും മിനിമം ഒരു സ്ത്രീയെ ഗർഭിണിയാക്കിയാല് മറ്റേ ഒരു കോമഡി സീൻ ഉണ്ട്, കിട്ടുകയാണെങ്കിൽ അതിനകത്ത് ഇടാം. എന്റെ മകളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് നിന്ന് അട്ടഹസിക്കുന്നോടാ ദുഷ്ട എന്ന് പറഞ്ഞിട്ടൊരു കോമഡി സീനാണ് കേട്ടോ അത്. അപ്പൊ എന്നതുപോലെ ഒരാളെ ഗർഭിണിയാക്കിയാല് ആ ഗർഭത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഒരു മിനിമം മര്യാദയല്ലേ? എന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് എനിക്ക് കുട്ടികളില്ല, ഞാനാരും ജനിപ്പിച്ചിട്ടില്ല. എന്താണ് ഈത്തപ്പഴം പാകമായ ഈത്തപ്പഴം വികണൊക്കെ പറയണ്ടല്ലോ. ആയിക്കോട്ടെ, അല്ല അത്രയും സൗകര്യപ്പെടുത്തി കൊടുത്തില്ലേ? ആയിക്കോട്ടെ, സൗകര്യം കൊടുത്തില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇന്ന് നമ്മൾ അധ്വാനിക്കണ ഇതുണ്ടാകുന്ന ഇങ്ങനെ കഴിഞ്ഞ ഫുഡൊക്കെ കിട്ടാൻ തന്നെയല്ല, അത് സുലഭമായി കിട്ടില്ലല്ലോ. അതിലൊന്നും കുഴപ്പമില്ല. ഞാൻ പറയണത് ഏറ്റവും ചുരുങ്ങിയത് ഗർഭിണിയാക്കിയിട്ട് ഓൽക്ക് ഈത്തപ്പഴം കൊട്ടാരം പണി കൊടുത്തിട്ട് കാര്യമില്ല. കുട്ടീന്റെ പിതൃത്വം ഏറ്റെടുക്കണ്ടേ? പ്രത്യേകിച്ച് ആ തലമുറയിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു സ്ത്രീ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഈ കുട്ടീന്റെ പിതാവ് ആരാണെന്ന് അറിയാതെ, ഇല്ലേ? അങ്ങനെ അല്ല, പിതാവ് ആരാന്നറിയാതെ കഷ്ടപ്പെടണല്ല. അങ്ങനെ ഒരാളിപ്പോ ഒരു സ്ത്രീ പിന്നെ ആരാ എന്താന്നൊന്നും അറിയാതെ ഗർഭമായിട്ട് വന്നാൽ ഇന്നത്തെ കാലത്ത് പോലും ആൾക്കാർ സമ്മതിക്കുവോ? ആ സ്ത്രീനെ പലതും പറഞ്ഞിട്ട് അതിനെ അപമാനിക്കൂലേ? ആ പ്രയാസത്തിന്റെ കാരണം ആ പ്രയാസത്തിന്റെ കാരണം അള്ളാന്റെ ഈ ഊത്തല്ലേ, ആസ്ഥാനത്തുള്ള ഊത്ത്. അല്ല പിന്നെ അവരൊക്കെ വലിയ വലിയ സ്ഥാനത്തുള്ള ആൾക്കാർ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. ആയിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ അള്ളയായി അള്ളാന്റെ ലോകമായി കുഴപ്പമില്ല. പക്ഷെ കുട്ടിന്റെ വാപ്പ അള്ളയാണ് എന്നുള്ള കാര്യത്തിൽ തീരുമാനമില്ലേ? ഇങ്ങനെ നമ്മളിതൊന്നും വെറുതെ പറയണതല്ല. ഞാൻ ഒരു കാര്യം പറയുമ്പോ ഞാൻ അതിന്റെ ഇടതും വലതും നോക്കിയിട്ടാ ഈ പറയണത്. ഇനി ഇതിനെ എങ്ങനെ ഗണ്ണിക്കാൻ പറ്റും? ഇതിപ്പോ അള്ളാഹു റൂഹ് കുറച്ചെടുത്തിട്ട് അള്ളാഹുവിന്റെ റൂഹ് കുറച്ചെടുത്തിട്ട് കാര്യപ്പെട്ട ആൾക്കാരായിട്ട് എന്ത് കളിച്ചു അള്ളാഹുവിന്റെ റൂഹ് എടുത്തിട്ട് കുറച്ച് ജിബ്രീലിന്റെ അടുത്ത് വെച്ചിട്ട് ഇതൊന്ന് ജിനിക്കും വേണ്ടിയിട്ട് പിന്നെ മറിയത്തിന്റെ ഫർജിൽ ഊതിയിട്ട് വാ എന്ന് പറഞ്ഞാലും കുട്ടീന്റെ വാപ്പ അള്ളയാണ്.
അല്ല പദങ്ങളൊന്നും മാറ്റില്ല എനിക്ക്. അങ്ങനെയാണെങ്കിൽ അതങ്ങനെ ഊതിക്കൊടുത്തതാണ് ഒക്കെ മൂർത്താവ് കൂടെ അതോ മൂർധാവ് ഞാൻ വല്ലതും പറഞ്ഞു വർഗ തരൂട്ടില്ലേ? കൂടെ? മനസ്സിലായി, ആ ഫീസൊക്കെ മനസ്സിലായി. പിന്നെ മൂർധാവ് കൊണ്ടുവരണതിന് ഖുറാനിൽ അള്ള പറഞ്ഞിട്ട് അതിനെതിരെ നിക്കണേ. ഉം. അതിങ്ങനൊക്കെ ഉണ്ട്. മനുഷ്യരൂപത്തിൽ വന്നപ്പോ മറിയം ബി അതിന് പേടിച്ചു പോയി. കാരണം ഇങ്ങനെ പുരുഷൻ തൊടാത്ത പെണ്ണാണ്, ഇത്രയും ശുദ്ധമതിയാണ്, അതെ. അങ്ങനൊക്കെ ഉണ്ട്. എന്നിട്ട് ഈ കന്നന്തിരിവ് കാണിക്കാൻ പാടുണ്ടോ പഠിച്ചോ? ഇല്ലല്ലോ. ഇനിയിപ്പോ പഠിച്ചപ്പോ എത്ര സേഫ്റ്റിയിലാ വളർത്തിയ, മൂസാ നബിനെ പെട്ടിയിലിട്ട് വളർത്തിയ മാതിരി വളരെ ഉഷാറാക്കി പോലൊക്കെ വളർത്തി. കുറഞ്ഞ കാറ് പ്രയാസം ഉണ്ടായിരുന്നു, ഒരു പരീക്ഷണം. അതൊരു പ്രശ്നം തന്നെയല്ലേ, അതൊരു പ്രയാസം തന്നെയല്ലേ. അതിപ്പോ പരീക്ഷണാണ്, പ്രയാസാണെങ്കിൽ പിന്നെ എന്തിനാണ് മുഹമ്മദ് നബീനെ പിന്നെ കുന്നിൻ ചെരുവിലെ ഈന്തപ്പന എന്ന് പറഞ്ഞ് കളിയാക്കി എന്ന് പറഞ്ഞിട്ട് അള്ള വേറൊരു ചങ്ങായിനെ എന്തിനാ ഈ ചീത്ത വിളിക്കുന്നത്? നേരത്തെ പറഞ്ഞത് ഏത് സനീം എന്നൊക്കെ വിളിക്കണത്. നബീനെ പരമ്പര ഇല്ലാത്തതിനെ കളിയാക്കിയാണ്. ആ അത് നബീനെ കുറ്റം പറഞ്ഞ അള്ളയാണ് അതിന് മറുപടി പറയല്. അത് എന്തിന് പൊതുവെ അതൊക്കെ? അങ്ങനെ അതിന്റെ ശൈലി. അതൊക്കെ ഒരു പരീക്ഷണല്ലേ, അള്ള നടത്തിയ കൊടുത്ത പരീക്ഷണല്ലേ ഇപ്പൊ അതൊക്കെ. ഇപ്പൊ നിങ്ങള് പറഞ്ഞ കഥ അതൊരു ഉപയോഗിക്കാറില്ലേ? എന്താ വെച്ചാല് ഇപ്പം പിന്നെ അന്നത്തെ കാലല്ലേ, അന്നിപ്പോ അബ്ദുള്ള ആമിന ബീവിനെ കല്യാണം കഴിച്ച കാര്യം തന്നെ ചിലപ്പോ എല്ലാവർക്കും ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഇവര് രണ്ടാളും പോകുന്നു, വാപ്പിയും മകനും പോകുന്നു, അവിടെ രണ്ടാളും ഓരോ കല്യാണം കഴിക്കുന്നു. അയാൾ അവിടുന്ന് കല്യാണം കഴിഞ്ഞ് വീട് കൂടലും കഴിഞ്ഞ് അവര് കച്ചവട ആവശ്യത്തിന് ഇങ്ങോട്ടോ പോകുന്ന ആ യാത്രയിൽ അയാൾ മരിച്ചു പോന്നു. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് മുഹമ്മദിനെ ഒരു കുട്ടിയായപ്പോ ആമിനയെ ആമിനാന്റെ ബന്ധുക്കൾ ആരോ കൊണ്ടുവന്നിട്ടും അബ്ദുൽ മുത്തലിബിനെ ഏൽപ്പിച്ചിട്ട് പോവല്ലേ ചെയ്യുന്നേ. അപ്പൊ മക്കാരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് ഇത് എവിടുന്ന് വന്ന കുട്ടി, ആരാണ് അതിന്റെ ഉമ്മ, ആരാണ് അതിന്റെ ഉപ്പ എന്നൊന്നും അറിയാത്ത സ്ഥിതിക്ക് ചിലപ്പോ എന്തെങ്കിലും പറഞ്ഞതായിരിക്കും. അതൊക്കെ ഒരു പരീക്ഷണമായിട്ട് അതിനൊക്കെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാതെ അത് പറഞ്ഞതിന്റെ പേരിൽ ആൾക്കാർ ചീത്ത വിളിച്ചിട്ട് അള്ള എന്തിനാ തിരക്കണേ? കുത്തില്ലും ബാധ താലിക്ക് സനീം എന്ന് പറഞ്ഞത്. നബീനെ ചീത്ത പറഞ്ഞാൽ അള്ളാഹ് മറുപടി പറയില്ലേ? അപ്പൊ ഈ മറിയം ബീവിന്റെ കേസിൽ ഇതന്നെയല്ലേ ചെയ്തത്. ഞാൻ പറഞ്ഞത് ഈ എല്ലാ ഫിത്തനെയും ഉണ്ടാക്കണ ഈ പഠിച്ചോനാണേ. നിങ്ങളൊന്ന് ആലോചിക്കുക, ഇബ്ലീസിനെയൊക്കെ സൃഷ്ടിച്ച് അതിന് വേണ്ട കഴിവും പത്രാസൊക്കെ കൊടുത്തു വിടുക. നിങ്ങള് തസവുഫ് നിങ്ങൾ കൈകാര്യം ചെയ്യണ്ടോ? എങ്ങനെ? തസവുഫ് കേട്ടണോ? തസവുഫും ഒന്നും നമുക്ക് വലിയ താല്പര്യമില്ലാത്ത മേഖലയാണ്. എന്നാ അതില് കുറെ പറഞ്ഞ സൂഫികളൊക്കെ ഉണ്ട് കേട്ടോ തസവുഫിന്റെ മേഖലയിൽ പോകുന്ന ഒരുപാട് ആളുകളൊക്കെ ആയിട്ട് നല്ല ബന്ധവും പരിചയവും സൗഹൃദവും ഒക്കെ ഉണ്ട്. കുറെ സൂഫികളൊക്കെ നല്ല സുഹൃത്തുക്കളായിട്ടുണ്ട്. ഉണ്ടോ? ഉം. അതെന്തൊക്കെ പറയണു? ഹലോ, നിങ്ങളെയൊക്കെ ഒന്നിച്ചല്ലോ. എങ്ങനെ? അതിന് ഈ തസവുഫ് പറഞ്ഞ അല്ല, തസവുഫ് നിങ്ങളെ തന്നെ കഴിഞ്ഞ പല പ്രാവശ്യം വിധല്ലേ. വിളിച്ചപ്പോ പറയില്ലേ നിങ്ങള് കുറെ മൂല്യമ്മ ഉസ്താദുമാരുണ്ട് ഇതില്, എക്സ് മുസ്ലിമില് ഇതിപ്പോ നിങ്ങള് നിങ്ങള് വിളിക്കുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് ഒരു ഉസ്താദ് ആ വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കുക ഞങ്ങള്. ആളയിലോട്ട ആള് ഇതിൽ പെട്ടെന്നല്ല. ആള് നിങ്ങൾ പറഞ്ഞ മാതിരി ആള് ഈ ജോലിയെ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ അയാൾക്കത് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അയാള് ജോലി ചെയ്യുന്നുണ്ട്, മദ്രസ പഠിപ്പിക്കുന്നുണ്ട്, നിസ്കാരത്തിന് ഇമാമൊക്കെ ഉണ്ട്, ചെലവ് കിട്ടും, സാലറി കിട്ടും. ആളതിന് തഞ്ചിക്കാടൊന്നും ഇല്ലല്ലോ വിശ്വാസമായിട്ട്. അല്ല ആൾക്ക് ഇതൊക്കെ ഞാൻ പറയണതൊക്കെ ശരിയാന്ന് ഞങ്ങള് ആൾക്ക് അറിയാം. അത് അടക്കട്ടെ. അതേമാതിരി സൂഫി പറഞ്ഞാൽ നിങ്ങൾ ആരും ഉദ്ദേശിച്ചത്? അല്ല, നിങ്ങൾ നേരത്തെ സൂഫിസം എന്ന് പറയുന്നത് ഈ പറഞ്ഞ മാതിരി ഈ പല ധാരകളാണ്. ഒരുപാട് ഇപ്പൊ ത്വരീക്കത്തിന്റെ ആൾക്കാർ വേറെ, അതല്ലാത്ത തന്നെയുള്ള ആത്മീയ സൂഫികൾ വേറെ. കുറെ തരം സൂഫികൾ എനിക്കറിയാം. സൂഫിസത്തിൽ കൂടെ കയറി ഇറങ്ങി പോന്ന് അതൊക്കെ ഒഴിവാക്കി ദീനും ദുനിയാവും ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന സൂഫിയാക്കളെ കിതാബാവുന്ന ഹിക്മ എന്ന കിതാബുണ്ട്. അതിൽ പറയേണ്ട ഇബിലീസിനെ സൃഷ്ടിച്ചതിന്റെ യുക്തി എന്താണ്? അത് ഇബിലീസിന്റെ ചതിയിലൊന്നും പെടാതെ ആരാണ് ഇങ്ങനെ അള്ളാഹു താലാക്ക് വഴിപ്പെടുന്നതെന്ന് അള്ളാഹ് ടെസ്റ്റ് ചെയ്യണുണ്ട്. നിങ്ങൾ കുട്ടികൾ സ്കൂളിൽ പോണ വഴിയിൽ നിറയെ വാരിക്കുഴി കുത്തിയിട്ട് അതിപ്പോ ഇങ്ങനെ നല്ല കളർ പൂവൊക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കോ, പല പൂവും കാണുമോ, അതൊന്നും പോയി പറിക്കരുത്, അവിടെയൊക്കെ ഞാൻ വാരിക്കുഴി ഒഴുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുട്ടികളെ സ്കൂളിൽ ആരാ അതൊക്കെ അനുസരിക്കണം നോക്കാൻ വേണ്ടി കുട്ടികൾ സ്കൂളിൽ പോണ റോഡ് ഇടവഴിയിൽ നിങ്ങൾ വാരിക്കുഴി കുഴിക്കുവോ? നിങ്ങൾ എന്ത് തരം പിതാവാണപ്പോ? അള്ളാഹു ഒരുക്കി വെച്ച കെണിയാണ് പിശാചിന്റെ കെണി, അല്ലെ? അതിൽ ആരാരൊക്കെ വീഴണം ആരാരൊക്കെ വീഴരുത് എന്ന് അള്ളാഹ്ക്ക് തീരുമാനല്ലേ? അപ്പൊ ഇതൊരു തരം ചതിയല്ലേ? 4 മാസം ആ കൂടെ എല്ലാ ഫിത്തനയും ഉണ്ടാക്കി വെച്ചത്
ഈ ചങ്ങാതിയാണ് അതാണ് ഞാൻ ഷെയ്ത്താനും ഷയാത്തീൻ എന്നാണ് ശരിക്കും അള്ളാഹ്ക്കിട്ട പേര്. ഇപ്പൊ പബ്ലിക് ആക്കണ്ട, ഞാൻ എഴുതാൻ പോണ പുസ്തകത്തിന്റെ തലക്കെട്ടാണത്. ഇഷ്. ഏഹ് നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായില്ലേ? ഇത് നിങ്ങളൊന്ന് മനസ്സിരുത്തി ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവണുള്ളൂ. ഞാൻ ഈ പറഞ്ഞ പല കാര്യങ്ങൾക്ക് മനസ്സിലാവണ്ടേ, പക്ഷെ നിങ്ങൾ സമ്മതിച്ചു തരില്ല എന്നുള്ളൂ. സമ്മതിച്ചരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങള് പറഞ്ഞ തിരിഞ്ഞൊക്കെ സമ്മതിച്ചു തരണ്ടേ. നമ്മള് മാന്യമായിട്ടാണ് അല്ല, സംസാരിക്കേണ്ടത്. അത് ശരിയാ, ഞാൻ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത്, ഞാൻ ഈ കറക്റ്റാണ് നിങ്ങൾ പറഞ്ഞ എനിക്ക് പറയാൻ പൈശാചികതയുടെ കേൾക്കാതെ സൃഷ്ടാവ് എന്ന് പറഞ്ഞാല് അയാളല്ലേ ശരിക്കും ഏറ്റവും വലിയ പിശാചി? എങ്ങനെ ആര് പൈശാചികതയുടെ ഇപ്പൊ നമ്മളെ നാട്ടില് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണോ, ആ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നവരാണോ, ആ മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിച്ചിട്ട് വിതരണം ചെയ്യാൻ ആൾക്കാരെ ഏർപ്പാടാക്കുന്നവരാണ് ഏറ്റവും വലിയ ദുൽമ കാണിക്കുന്നത്? ഇനിയിപ്പോ അള്ളാനെ ഇങ്ങോട്ട് ഫിറ്റാക്കിയേക്കല്ലേ അല്ല, നിങ്ങൾ പറയും, നിങ്ങളെ യുക്തിയിൽ പറയും. നമ്മളിപ്പോ ഈ ഉൽപ്പാദിപ്പിക്കുന്നത്. മയക്കുമരുന്ന് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പലരും നമ്മൾ സംസാരിക്കുമ്പോ നമ്മൾ പറയില്ലേ, ഉൽപ്പാദനം ഇത് നിരോധിച്ചാൽ മതിയല്ലോ. ഉപയോഗിക്കുന്ന ഇത് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന ഒരു ശൃംഖല ഉണ്ടല്ലോ, അതല്ലേ ഏറ്റവും വലിയ ഫിത്തന. പിന്നെ ചില വിഷയം നമ്മളിപ്പോ അവിടെ ഉണ്ടായതൊന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടല്ലല്ലോ. ഇല്ല, ഒക്കെ ഒരു ഡിസ്കിലുള്ളത് കണക്ക് അങ്ങനെ ഉണ്ട്. നമ്മൾ ഇന്ന ദിവസവും ഉണ്ടാവണം, ഇന്ന ദിവസവും ഇല്ലാതാവണം അപ്പൊ എന്നൊക്കെ. ഞാൻ പറഞ്ഞത് ഇന്ന ദിവസം ഇബിലീസ് ഇന്ന ആളെ പേപ്പിക്കണം എന്നുള്ള കണക്കും അല്ലാന്റെ ഇല്ലേ? ഫേക്കണ്ടികളൊക്കെ ഫേക്കും. ആ ഇങ്ങനെ പേപ്പിക്കാനും നരകത്തേക്ക് പിടിച്ചിടാനും വേണ്ടിയിട്ട് നരകം കത്തിച്ചു വെച്ചിട്ട് കാത്തിരിക്കുന്ന ഒരു പടച്ചവൻ എങ്ങനെ കാരുണ്യവാനാവുക? ഇതാണ് എന്റെ ചോദ്യം. ഇതിന്റെ ചോദ്യം സിമ്പിൾ ആണ്. അതായത്, ആദ്യം സൃഷ്ടിച്ചത് പിശാചിനെയാണോ നരകത്തിനെയാണോ? അത് ഐറ്റങ്ങൾ രണ്ട് കൂട്ടരെയും വെച്ച് നോക്കുമ്പോ ആരാ അറിയില്ല. ഏറ്റവും ആദ്യം സൃഷ്ടിച്ച ആരാ അറിയോ? അല്ല, ഞാൻ ചോദിക്കുന്നത് രണ്ടിലും വെച്ച് നോക്കുമ്പോ രണ്ടിലേക്ക് നോക്കുമ്പോ അറിയില്ല. നിങ്ങൾക്ക് അറിയും നരകമാണ്. എന്നിട്ട് പിന്നെ എന്നാ പിശാചിനെ എന്നാ പറയണേ? ആ നരകം സൃഷ്ടിച്ച് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് പിന്നെയല്ലേ പിശാചിനെ സൃഷ്ടിച്ചത്? അല്ലല്ല, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് പിശാചിന് ഒരു കാലം ലോകമൊക്കെ ഉണ്ടായിന്. പിശാചിന് ദർശനം നടത്തുന്ന ഒരു കാലൊക്കെ ഉണ്ടായിന്. അന്നും പിശാചല്ലല്ലോ, ഉസ്താദല്ലേ, മലക്കള ഉസ്താദല്ലേ? ആ ആ മലക്കൾക്ക് പക്ഷെ എന്തിനാ ദർസ്, അത് വേറെ സൃഷ്ടിച്ചതുകൊണ്ടല്ലോ കാര്യം. ഇപ്പൊ അങ്ങനെ. ജിന്നുകൾക്കൊക്കെ എന്തിനാ ദർസ് എന്നുള്ളത് വേറെ കാര്യം. മലക്കൾക്കൊക്കെ എന്തിനാ ദർസ് എനിക്കറിയില്ല. ഞാൻ ചോദിക്കുന്ന അതല്ല. ഈ ജിന്നിനെ, ഈ ഇബിലീസായപ്പെട്ട ജിന്നിനെ, ഇബിലീസായി മാറപ്പെട്ട ജിന്നിനെ അള്ള ദർജ കയറ്റി കൊണ്ടുപോയതല്ല അങ്ങോട്ട്? ഇബിലീസാക്കപ്പെട്ട ജിന്നിനെ അള്ളാഹു അല്ലേ ദർജ ഏറ്റിയിട്ട് മലക്കളത്തേക്ക് അള്ളാന്റെ അടുത്ത് കൊണ്ടുപോയത്? അങ്ങനെ അള്ളാന്റെ കള്ളാവ്. അതാ കഥ. അപ്പൊ ഇത് കൊണ്ടുപോകുമ്പോ, ഇത് ഇങ്ങനെ പ്രൊമോഷൻ കൊടുത്ത് കൊണ്ടുപോകുമ്പോ അള്ളാഹ്ക്ക് അറിയില്ല ഇത് നാളെ പിശാചാവും, ഈ ഇബിലീസ് പറഞ്ഞത് കേൾക്കൂലത്ത് ഇബിലീസാണെന്ന് അറിയില്ലേ? അപ്പൊ പിന്നെ എന്തിനാ അള്ളാഹ് ആമാരി ഒരു കന്നന്തിരിവ് കാണിക്കുന്ന ആ ഒരു തല തെറിച്ചതിന് എന്തിനാ അങ്ങനെ കൊണ്ടുപോയത്? അപ്പൊ അള്ളാഹ്ക്ക് അവിടെ എന്തോ ദുരുദ്ദേശല്ലേ? അള്ളാഹ്ക്ക് അബദ്ധം പറ്റിയൊന്നല്ലല്ലോ. നമുക്കിപ്പോ നമ്മളൊരു സ്റ്റാഫിനെടുത്തു, ആ സ്റ്റാഫ് പിന്നെ നമ്മളെ ചതിക്കില്ല, നമുക്ക് അറിയില്ലല്ലോ. അതിപ്പോ നമ്മള് കഴിവുകേടാണ്. അല്ല, അങ്ങനത്തെ പ്രശ്നം അള്ളാഹ്ക്ക് ഉണ്ടായിരുന്നല്ലോ. അള്ളാഹ് ഒരാളെ സെലക്ട് ചെയ്യുമ്പോ ഈ കള്ളാഖദറിന്റെ ഇതിൽ പെടും. അതാ പറഞ്ഞേ, ഇതിന്റെ എല്ലാത്തിനും കടിഞ്ഞാണ് കുത്തിരിക്കുന്ന അള്ളാന്റെ കയ്യിലല്ലേ. തീർച്ചയായിട്ടും. അപ്പൊ പിന്നെ ഇവിടെ എന്ത് നടന്നാലും അതിന്റെ ഉത്തരവാദി ആരാ? അല്ലേ? നമ്മക്ക് ചിലത് ഉണ്ട്. അപ്പൊ നാളെ നിങ്ങൾ പറഞ്ഞേക്ക് പോവാണ്. നിങ്ങൾ ഫസ്റ്റ് പോകാൻ പറ്റില്ല. നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കി, ഞാൻ ഈ പറഞ്ഞതൊക്കെ ശരിയല്ലേ? പിന്നെ നിങ്ങൾ എന്താ ഈ പറഞ്ഞ ഈ ലോകമൊക്കെ വെറുതെ ഇങ്ങനെ കരഞ്ഞാന്ന്? എത്രയും വലിയ ലോകമൊക്കെ. അതൊക്കെ നമുക്ക് ആശ്വാസം പോലെ ആലോചിച്ച് അതിനൊക്കെ നമുക്ക് ഉത്തരം കണ്ടെത്താം. നിങ്ങൾ ഐക്യത്തുമ്പോ ഒന്നും ഉണ്ടാത്തേ? അല്ല, അത് ഞാൻ പറഞ്ഞാൽ അതിലേക്കൊക്കെ നമുക്ക് പോകാം. നമ്മളുടെ ബുദ്ധിക്കും യുക്തിക്കും ചിന്തക്കും നിരക്കുന്ന കുറെ സാധനങ്ങൾ നമ്മളെ മുമ്പിലില്ലേ? അതും ഒന്നും ഇങ്ങോട്ട് ഇത് ജമ്മാക്കി നോക്കിയാൽ നമുക്ക് കാര്യം തിരിയില്ലേ? കർമ്മമുണ്ടോ കർത്താവുണ്ട് എന്നല്ലേ നിങ്ങൾ നേരത്തെ പറഞ്ഞത്? ആയിക്കോട്ടെ, അതിനെന്താ പ്രശ്നം? എന്താ അപ്പൊ ഒരു കർത്താവില്ല. അപ്പൊ നമ്മൾ വലിയൊരു വീട് കണ്ടാൽ തന്നെ, ഇപ്പൊ ഈ മറ്റേ ബുർജ് ഖലീഫ കണ്ടാൽ തന്നെ ഇതെന്തുമാതിരി ധാരുണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞാണെങ്കിൽ ഡിസൈനിങ്, മറ്റേ അതിന്റെ ഫൈൻഡിങ്, ഒരു കൂട്ടർ അതിന്റെ നിലന്റെ എണ്ണം. അതേപോലെ ഒരു സാധനമല്ല ഭൂമി.
പിന്നെ എന്താ ഭൂമി? അത് അതേപോലത്തെ ഒരു സാധനമേ അല്ല. ഇത് ആളുകൾ തെറ്റിദ്ധരിക്കണം. ഞാൻ ചോദിക്കണേ, എന്താണ് ഈ ഉൽക്കകള്? എന്താണ്? എന്താ നിങ്ങൾ പറയും? എന്താ ആകാശത്ത് വീണെന്നൊക്കെ ആ കേക്കാം. അപ്പൊ ഇതൊന്നും ഇങ്ങനെ ആളുകള് ഇതിങ്ങനെ ഒരാള് കുത്തിയിരുന്ന് വരച്ചുണ്ടാക്കി അടിപൊളിയാക്കി ഇങ്ങനെ സംവിധാനിച്ച ഒരു ഹെലാക്കൊന്നല്ല ഇത്. ഇത് നിങ്ങള് നമ്മളെ അറബി ഭാഷയിൽ നമ്മളെ മദ്രസ ഭാഷയിൽ പറഞ്ഞ ഇതൊക്കെ ഒരു കുതിരത്തിൽ ഇങ്ങനെ നടന്നു പോണതാണ്. അപ്പൊ ആ കുതിരത്തിനെ കൊണ്ടുപോയിട്ട് അതിന്റെ പിന്നിൽ ഒരാളെന്ന് വെക്കാൻ നിക്കണ്ട. ഇതില് നമുക്ക് ഇപ്പൊ ഇതെന്താണ് ഇതിന്റെ നിങ്ങളെ രഹസ്യം എന്ന് ഞാനൊരു നമുക്ക് ഒരു അറിയില്ല. അത്രേ ഒരു ഉള്ളൂ. ചോദ്യം. ആ അറിവില്ലായ്മ നിങ്ങൾ എന്തോ ആ ഒരു ആ മൂഢക്കേട് അറിവിൽ നമുക്കൊരു ധരിക്കാണ്. കാര്യം അറിയില്ല, നമുക്കൊരു കാര്യത്തെ കുറിച്ച് കൃത്യമായ ധാരണയില്ല ആ എന്നത് അവിടെ നമുക്ക് തൊള്ളി തോന്നിയ പോലത്തെ ഒരു കഥ പറഞ്ഞു വെക്കാനുള്ള സ്പേസ് തരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു വെച്ചൊരു കഥ മാത്രമാണ് ഈ പറഞ്ഞ ഇസ്ലാം. നിങ്ങൾ മറ്റേ വാദം ഉണ്ടോ? 1000 വട്ടം നുണ പറഞ്ഞാൽ 1001 സത്യാക്കുന്നുള്ള ഇല്ല, അങ്ങനത്തെ നുണയൊന്നുമില്ല. മറ്റേ 10,000 വട്ടം പറഞ്ഞാലും നുണയാണ്. കുറെ തീർച്ചയായിട്ടും. ആൾക്കാര് ഇത് സത്യമാണെന്ന് വിശ്വസിക്കാൻ സാധ്യതയുണ്ട്. ഒന്നുമില്ലാതപ്പോ ആൾക്കാർ പറയുമെന്ന് ചിലപ്പോ ചോദിക്കാം ചിലവര്. അപ്പൊ അങ്ങനെ എങ്ങനെ ചിന്തിക്കുന്നവർക്ക് നിങ്ങളിപ്പോ പറയാം. അതിനെ പറ്റിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ബ്ലാങ്ക് ആക്കി ഇട്ടേക്കാ ഈ ഭൂമി എങ്ങനെ ഉണ്ടായത് എന്നുള്ള കാര്യത്തില്? അല്ല, അത് നമ്മളുടെ ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മളിപ്പോ ഈ ഭൂമി എങ്ങനെ ഉണ്ടായി, പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, ആകാശം എങ്ങനെ തൂണില്ലാതെ ഉയർന്നു നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാൻ വേണമെങ്കിലേ ഇടക്ക് വേണമെങ്കിൽ 2 പുക എടുത്തിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കാം. ആ എന്നതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യന്റെ ബുദ്ധി വെച്ച് മനുഷ്യന് എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ ഇത്രയും വലിയ അഫലാ യൻളുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് എന്നാണ്. വൈലൽ ജിബാലി കൈഫ നുസിബത്ത് വൈലൽ അർളി കൈഫ സുത്തിയത്ത്. ഇപ്പൊ ഇത്രയും ഇതെന്താ? പർവ്വതങ്ങളെയും പർവ്വതങ്ങൾ എങ്ങനെയാണ് ഉയർത്തി നിർത്തിയതെന്നും ആകാശങ്ങൾ ഈ എങ്ങനെയാണ് ആകാശങ്ങൾ എടുത്തു നോക്കി, ഇത്രയും തൂണുകളില്ലാത്ത ഇത്രയും ആകാശങ്ങൾ ഡിസൈനിങ്. എടുക്കുക. ആകാശങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞ മാത്രം എടുത്താൽ മതി. ഞാൻ ഈ പറഞ്ഞതുപോലത്തെ പിന്നെ എന്താ പറയാ ഒരു പുക മാത്രാണ് ഈ ഖുർആൻ എന്നുള്ളത്. എന്തും നമുക്ക് ഒരു കാര്യത്തെ കുറിച്ച് അല്ല അതൊന്ന് അറിവില്ലെങ്കിൽ തെളിയിച്ചിരുന്നാൽ ആ ഈ ആകാശം എടുത്തിട്ട് പുകയാണ് ഖുറാനിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് കിട്ടുക? അഫലാ ഞാൻ ഇപ്പൊ യൻളുറൂന അവർ തിരിച്ചു നോക്കുന്നില്ലേ? അഫലാ യൻളുറൂന. അഫലാ യൻളുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. ആ അഫലാ യൻളുറൂന ഇലൽ ഇബിലി ഒട്ടകത്തിലേക്ക്. ആ അഫലാ യൻളുറൂന ഇലൽ ഇബിലി. ഇങ്ങനെ രണ്ടുപാടാകുമ്പോ ഇങ്ങനെ ഓത്തും അർത്ഥം വെക്കലാകുമ്പോഴേ പിന്നെ ഓതേണ്ടി വരിക. അഫലാ യൻളുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്, ആ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടെ. ആ വല സമായി കൈഫ റുഫിയത്ത്, ആകാശത്തെ എങ്ങനെ ഉയർത്തപ്പെട്ടെ. വൈലസമായി കൈഫ റുഫിയത്ത്. അല്ല ഒട്ടകത്തിന്റെ ഉണ്ട്. ചോദിക്കല്ലേ തൽക്കാലം വൈലൽ അടക്കട്ടെ. ജിബാലി ഒന്ന് കൈഫ ഒരു നസ്ബ. വിഷയം എടുത്താണ് ഇമ ചർച്ച ചെയ്യാം. അല്ല നമുക്ക് നമുക്ക് പോവാ. അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഇബ്ലി. അതായത് ഒട്ടകത്തിനെ പറ്റിയിട്ട് പറയാണ്. അത് പോട്ടെ, ഈ ഒട്ടകങ്ങൾ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടത് നോക്കുന്നില്ലേ? അപ്പൊ അടക്കട്ടെ. ഉം സമായി കൈഫ റുഫിയത്ത്, ആകാശം എങ്ങനെ ഉയർത്തപ്പെട്ടെ. ഉം കാരണം അത്ഭുതമാണത്. ഇത്രയും തൂണുകളില്ലാതെ നമ്മളൊരു 10 സെന്റ് ഒരു 50 സെന്റിലൊരു നമ്മളൊരു പന്തലിട്ടാണ് എത്ര തൂണ് കൊടുക്കണം? ഇനി നിങ്ങൾ പറയും എന്താണ് ആകാശം? നിങ്ങൾ മനസ്സിലാക്കിയ എന്താ? അല്ല, നിങ്ങൾ പറയും. ഗ്ലാസ് മാതിരിയുള്ള ഒരു വലിയൊരു കട്ടിയുള്ള സാധനം. അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. ഇല്ല. നിങ്ങള് അത്യാവശ്യം നമ്മള് ഒരു 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികളെടുത്ത് എന്താ പറയാ പോയി ചോദിക്കും എന്താണ് പിന്നെ ആകാശം എന്ന്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കണേ? നീല കാണുന്നതും വെള്ള കാണുന്നതൊക്കെ? നിങ്ങൾ പറയും എന്താണ് ആകാശം? ഖുർആൻ പറയണ ആകാശം എന്താണ് നമുക്ക് ആദ്യം നോക്കാം. എന്തെങ്കിലും മറിക്കണപ്പോ? ഇല്ല, ഖുർആൻ പറയണ, ഞാൻ വണ്ടിയിലേക്കാ. ഖുർആൻ പറയണ ആകാശം എന്ന് പറയണത് ഒരു എന്താ പറയാ ഒരു മേലാപ്പാണ് അല്ലെ? സുരക്ഷിതമായിട്ട് നമുക്ക് ഒരു പന്തലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു ഡൂമാണ് അല്ലെ? അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കട്ടിയുള്ള ഒരു ഭയങ്കര പവറുള്ള സാധനമാണ്. ഒരുപാട് വൈദൂരം യാത്ര ചെയ്താലേ ഒരു ആകാശത്ത് നിന്ന് മറ്റേ ആകാശത്തേക്ക് എത്തുള്ളൂ. പിന്നെ അപ്പൊ ഭയങ്കര കട്ടിയുള്ള ഒരു മേൽപ്പുര, ഒരു മേലാപ്പ്. നമ്മൾ പണ്ടൊക്കെ ടാർപ്പായിന്റെ മറ്റേ പണ്ടത്തെ ടാർപ്പായില്ലേ ഞങ്ങക്ക് പന്തലുണ്ടായിരുന്നില്ലേ? ഷാമിനായി പോലെ ഒരു പന്തലാണ് ഇങ്ങനെ ഉയർത്തി. അതാണ് അള്ളാഹ് ആകാശം എന്ന് പറയണത് അല്ലെ? ഇത് നോക്കിയോ, ഇതിന്റെ വിസ്താരം വീതിയും അതിന്റെ പരിപ്പൊക്കെ ഒന്ന് നോക്കി നിങ്ങൾ. ഇത് എവിടെങ്കിലൊക്കെ ഒരു 2 സെന്റിലല്ലല്ലോ. അള്ളാഹു എങ്ങനെയാ നിർത്തിയ ആകാശത്തിന് പറയണേ? അള്ളാഹു ഈ ആകാശം എന്ന് പറയുന്ന ഈ കട്ടിയുള്ള മേലാപ്പിനെ
അദൃശ്യമായ തൂണുകളിൽ ഉയർത്തി നിർത്തിയിരിക്കുകയാണ്. ദൃശ്യമായ തൂണ് എന്നോട് ഉദ്ദേശിക്കണേ നമുക്ക് കാണാൻ പറ്റാത്ത തൂണുകളില്ല. തൂണുകൾ. തൂണുകളില്ല. നമുക്ക് കാണാവുന്ന തൂണില്ലാതെ എന്ന് പറഞ്ഞാൽ തൂണില്ല എന്നല്ല, ആ തൂണുകൾ മനുഷ്യർക്ക് പിന്നെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളൂ അല്ലേ? തൂണില്ല ആകാശത്തിന്. ആകാശത്തിന് തൂണുണ്ട് എന്നാണ് അള്ളാഹ് പറയണേ. അദൃശ്യമായ തൂണുകളാണ്. ഏതായാലും അദൃശ്യമായ തൂണ് ഏതായാലും ഇല്ല. അദൃശ്യമായ തൂണുകളിൽ ഉയർത്തി നിർത്തിയ ഒരു മേലാപ്പാണ് ആകാശം. എന്ന് മാത്രമല്ല, ഭൂമിയുമായി ഒട്ടിച്ചേർന്ന് നിന്ന ഒരു സാധനത്തിനെ പിന്നെ അള്ളാഹു ഉയർത്തിയതാണ്. എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവാണത്, ഒരു മേലാപ്പാണ്. ഇനി നിങ്ങൾ പറയാം, ആകാശം എന്നൊരു സാധനം ഉണ്ടോ? ഉണ്ടോ? ആകാശം ഉണ്ടോ? എന്താണ് ആകാശം? ആകാശം എന്നൊരു സാധനം ഇല്ല. ആകാശം ഗ്ലാസിന്റെ മാതിരിയാണ്. 4-ാം ആകാശത്തിലാണ് സൂര്യൻ. അത് മദ്രസന്ന് ഉസ്താദ് പള്ളി ദർശനം പഠിപ്പിച്ചെന്നാണ്. നിങ്ങൾ സൂര്യൻ ആകാശത്തിന്റെ മേലെയാണോ താഴെയാണോ നിങ്ങൾ പിന്നെ മനസ്സിലാക്കുന്നത്? ആകാശം എന്ന് പറഞ്ഞ സാധനമല്ലേ സുഹൃത്തെ? ആകാശം എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോ ഈ അന്തരീക്ഷത്തിന്റെ പ്രത്യേകത കൊണ്ട് നമ്മളുടെ കണ്ണിൽ കാണുന്ന തോന്നുന്ന ഒരു ഇല്യൂഷൻ മാത്രാണ്. അതൊരു ഇല്യൂഷനാണ്. അല്ലാതെ ഇല്യൂഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് എന്താ ഇപ്പൊ പറയാ, ഒരു നമ്മൾ കണ്ണിനുണ്ട് എന്ന് തോന്നുക. അപ്പൊ നമ്മൾ പണ്ടൊക്കെ ബസ്സിന്റെ ഫ്രണ്ടത്തെ സീറ്റിലിരുന്ന് പോകുമ്പോഴേ റോട്ടിൽ ഇങ്ങനെ ഒരു കുഴി ഉണ്ട് തോന്നിയില്ല നമുക്ക്? അതേപോലത്തെ ഒരു തോന്നലാണ് അവിടെ. അല്ലല്ല, അതൊക്കെ നമ്മളത് ഒരു നീളമായിട്ട് കാണുന്നൊക്കെ അതുകൊണ്ടാ പറഞ്ഞേക്ക. അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി ഗ്ലാസ് പോലെയോ ടാർപ്പായ പോലെയോ ഒരു സാധനം ആകാശത്തില്ല. അങ്ങനെ ഒരു ആകാശവും ഇല്ല. അപ്പൊ ഇതൊക്കെ അറിയാത്ത കാലത്ത് മനുഷ്യന്മാർക്ക് എന്ത് കഥയും പറയാം എന്നതിന്റെ അടിസ്ഥാനത്തിൽ എഴുതി കൂട്ടിണ്ടാക്കിയതാണ്. എങ്ങനെ ഉണ്ടായത് നിങ്ങൾ മനസ്സിലാക്കണേ? അങ്ങനെ ഇല്ല ആ സാധനം. അപ്പൊ അതുകൊണ്ടാണ് നമുക്കിത് എന്താണെന്ന് അറിയാത്ത കാര്യത്തെ കുറിച്ച് ആർക്കും എന്ത് പൊട്ടക്കഥയും എഴുതാം. അതിന്റെ ഉത്തരം മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന വരെ പറയാം. പണ്ടൊക്കെ ഞങ്ങളെ നാട്ടില്, ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഓർക്കാൻ വേണ്ടി ഒരു കഥ പറയുന്നത് ചാക്കുർത്താത്തിന്റെ കഥ. പറഞ്ഞു കേൾക്കാത്ത കുട്ടികളെ, കിടന്നുറങ്ങാത്ത കുട്ടികളെ, ഭക്ഷണം കഴിക്കാത്ത കുട്ടികളെയൊക്കെ പിടിച്ചിട്ട് ഒരു ഭാണ്ഡത്തിൽ ഇട്ട് കൊണ്ടുപോകുന്ന ഒരു ചാക്കുർത്താത്തി. നമ്മള് ഈ ഇത് കഥയാണെന്ന് മനസ്സിലാവണ വരെ ചാക്കുർത്താത്തി വർക്ക് ചെയ്തിരുന്നു. ഇപ്പൊ വർക്ക് ചെയ്യൂല. ഇതേപോലെയാണ് ഈ എല്ലാ കഥകളും. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ഇതൊക്കെ വളരെ ലളിതമായ ബാലരമ കഥകളായിട്ട് മനസ്സിലാവും. അങ്ങനെ നിഷേധിക്കാൻ എല്ലാത്തിനും നിഷേധിക്കാലോ. അല്ല, എല്ലാത്തിനും നിഷേധിക്കേണ്ട കാര്യമില്ല. നമുക്ക് പൂർണ്ണമായ ബോധ്യം വന്നു കഴിഞ്ഞാൽ ഇതൊരു കഥയാണെന്ന് മനസ്സിലാവും. CCTV കണ്ടു, അത് എഡിറ്റ് ചെയ്താ നിങ്ങൾ പറയില്ലേ? അത് എഡിറ്റ് ചെയ്തതാണോ അല്ലേന്ന് നമുക്ക് പരിശോധിക്കാൻ വകുപ്പുണ്ടല്ലോ. അതൊക്കെ നമുക്ക് അന്വേഷിക്കുകയും കണ്ടെത്തുകയും ഒക്കെ ചെയ്യാലോ. അത് നിർത്തുക. അപ്പൊ എന്തായാലും നടക്കട്ടെ. എത്ര മണിക്കാ നോമ്പ് തുറക്കണേ? നോമ്പ് 6:40. ഇങ്ങനെ പോയാ ഈ നോമ്പ് കഴിയുമ്പത്തിന് നിങ്ങൾക്കും എനിക്കും ചേർത്ത് ഒറ്റ വിധിയായിക്കാരോ. വസ്വാസാവണില്ലല്ലോ? വസ്വാസാവും തോന്നിയാലേ അത് മിനൽ ജിന്നത്തി വന്നാസ്, ജനങ്ങളിൽ നിന്നിട്ടോ. അപ്പോളേ അപ്പൊ ആയിക്കോട്ടെ. അല്ല, നിങ്ങള് ഇസ്താമയുടെ നീ പറഞ്ഞിനോ എന്താ ഒരു ഇത്? എന്തിന്റെ കുരുത്തക്കേടുണ്ടാകെ? എന്തിന്റെ കുരുത്തക്കേടുണ്ടായിക്ക? എന്ത് കുരുത്തക്കേട്? നമ്മളത്രയും കുരുത്തുള്ള ഒരു ചെറുക്ക നമ്മളെ നാട്ടില് പറഞ്ഞില്ല. എന്ത് ചെയ്യാ? ഇത് കുരുത്തക്കേടിന്റെ അല്ലേ, ഇത് നമ്മള് വകതിരിവ് അറിയുന്നത്. നിങ്ങൾക്ക് തലതിരിഞ്ഞ നിങ്ങൾക്ക് എല്ലാവർക്കും. പിന്നെ മാത്രല്ല, പിന്നെ ഈ നമുക്ക് പേടി, ഈ അതായത് ചില കാര്യങ്ങളെ ഇപ്പൊ നമുക്ക്
ഒരു പേടി ഉണ്ടെങ്കിൽ ആ പേടീനെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് ഒരു പക്ഷെ പ്രധാനമായിരിക്കും. ഇപ്പൊ എനിക്കൊരു സംഭവം ഉണ്ട് എന്നിങ്ങനെ പലരും പറയുന്ന ഒരു സാധനം. ഇപ്പൊ ഇന്ന സ്ഥലത്തേക്ക് അങ്ങോട്ട് പോരുത്, അവിടെ അങ്ങനെ അതുണ്ട്, അവിടെ ഇങ്ങനെ ഇതുണ്ട് എന്നിങ്ങനെ സുമതി പറഞ്ഞൊരു വളവോ? അങ്ങനെ ഒരു സംഭവം പറഞ്ഞ അതുണ്ടെങ്കിൽ ഒന്ന് കാണണല്ലോ, എന്നാ പിന്നെ ഒന്ന് പോയി നോക്കാം എന്നുള്ളൊരു മൈൻഡ് ഉണ്ട് എനിക്ക്. അത് എല്ലാ കാര്യത്തിലും ഉണ്ട്. സുമതി വളവ് പോയിക്കാണ് നിങ്ങള്? അല്ല അങ്ങനെയൊന്നും ഞാൻ പോയിട്ടില്ല. അതൊക്കെ കഥ ഒക്കെ എവിടെയൊക്കെയോ അല്ലേ. ഞങ്ങളെ നാട്ടിലൊക്കെ ഇങ്ങനെ അമ്പലത്തിന്റെ അവിടെ കൂടി പോകാൻ പാടില്ല എന്നൊക്കെ പണ്ട് പറഞ്ഞത്. ഞാൻ അവിടെ കൂടി തന്നെ അതിനായിട്ട് പോയി നോക്കും രാത്രിയൊക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് ബോധ്യപ്പെട്ടതും കൂടിയാണ്. ഇപ്പൊ നിങ്ങളും അങ്ങനെ ആ ഒരു നമ്മള് സത്യത്തിന് ഒക്കെ അല്ല, പിന്നെന്താ ചില പറയാ ആൾക്കാരങ്ങനെ കണ്ട് പഞ്ച് പേടിച്ചെന്ന് പറഞ്ഞതും കേട്ടില്ല. അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിരിക്കണമെന്നുണ്ട്. ഞാൻ കുറെ പോയി കണ്ടില്ല. അല്ല, വെറുതെ അങ്ങനത്തെ നിങ്ങൾ പറയാനേ. അതേമാതിരി ധീരവാദം മുഴക്കിയ ആൾക്കാർ തന്നെ പഞ്ച്. അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. നീ വരട്ടെ, വരുമ്പോ കാണാം. അപ്പൊ എന്നാ അങ്ങനെ ചെയ്യാം. നടക്കട്ടെ. അടുത്ത തവണ നിങ്ങൾ എന്തെങ്കിലും വിഷയമായിട്ട് വിളിക്ക്. ശരി. നിങ്ങളെ ഈമാനില് നിങ്ങൾക്ക് ബേജാറുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കല് നിർത്തും ചെയ്തോളി. അല്ലെങ്കിൽ തീരുമാനമാവാനാ സാധ്യത. നോക്കാം നമുക്ക് അല്ലേ. ശരി ശരി.